PSM ഡ്യൂട്ടിക്ക് പോവാണ്. പോയിട്ട് ജസ്റ്റ് അറ്റൻഡൻസ് ഇട്ട് പോന്നാൽ മതി. അപ്പോൾ പോയിട്ട് കാണാം. ചലത്തെ കുയോർണിയേ. അങ്ങനെ ഇന്നും നമ്മുടെ PSM ഡ്യൂട്ടി ആയിരുന്നു. ജസ്റ്റ് അറ്റൻഡൻസ് ഇടാൻ മാത്രമേ ഉള്ളായിരുന്നു. അറ്റൻഡൻസ് ഒക്കെ ഇട്ട് തിരിച്ചു പോവാണ്. അങ്ങനെ ഹോസ്റ്റലിൽ തിരിച്ചെത്തി നേരെ പോയത് പള്ളിക്കായിരുന്നു. ഇന്ന് ജുമയായിരുന്നു. അപ്പം നിസ്കാരം കാര്യങ്ങൾക്കൊക്കെ ആയി പള്ളിയിൽ പോയി നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ഒരു ബിരിയാണി കഴിക്കാനായിരുന്നു. വെള്ളിയാഴ്ച ഒരു ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ അഞ്ജനൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ റൂം വെക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ സ്ഥലത്താണ് അടുത്ത ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ ചായ ഇട്ട് ബാൽക്കണിയിൽ ഇച്ചിരി നേരം വിശ്രമിച്ച് ഗൈസ് റാബിക്കുട്ടൻ പുതിയ മീനൊക്കെ വാങ്ങി പെറ്റ് ലവർ ആവാൻ പോവാണ്. ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെള്ളത്തിട്ടാണ് സീൻ തന്നെ. ഇനി മീൻ മുതലാളി മെസ്സിൽ ഫ്രൈഡ് റൈസും ഗോപിയും പിന്നെ റാബിയും അങ്ങനെ പ്രസാദിക്കനെ ഞമ്മൻ്റെ കടയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞമ്മൻ്റെ കട പ്രസാദിക്കാം. എങ്ങനെയുണ്ട് ഞമ്മൻ്റെ കട? ആംബിയൻസ് കൊള്ളാം. ഉള്ളതിൽ ഇത്ര ബെറ്ററല്ല ആംബിയൻസ് ഏതാ ഞമ്മൻ്റെ കടയിൽ? വയറ് നിറക്കാം. ഇച്ചിരി വെള്ളം കുടിക്കും. പ്രേക്ഷകരെ, പ്രസാദിക്ക നാട്ടിലേക്ക് പോവുകയാണ്. എന്തിനാ പ്രസാദിക്ക പോണ്? എന്താണ് നിങ്ങളുടെ മാനവദണ്ഡം? കല്യാണം കഴിക്കാനോ? ഈ മുട്ടയും വെച്ചിട്ട് കഷണ്ടി വെച്ചിട്ട് പെണ്ണിട്ട് ഓ പിന്നെന്താ വെച്ചിട്ടാ? നിങ്ങൾ പറയൂ ഗൈസ്, ഇത് ബോഡി ഷേമിങ് അല്ല, ഇത് വെച്ചിട്ട് പെണ്ണ് കിട്ടുമോ? ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ്, ഞാൻ ബ്രോക്കറല്ല. അങ്ങനെ നമ്മളെ ഫുഡ് വന്ന് വൈറ്റ് കുറുമി हमारा BMS का डॉक्टर है. സൈക്ക തുടങ്ങല്ലേ? കയ്യോ എങ്ങണ്ട് സൈക്ക ഞമ്മൻ്റെ കളി? ബോറോ? ഇപ്പം നല്ലതെന്നാണല്ലോ പറഞ്ഞേ. കൊള്ളാം ഗൈസ്, വൺ ടൈം മീറ്റബിൾ. രാത്രിയുടെ വിജനതയിൽ പ്രസാദിക്കാം. കളിങ്കാളി കരിങ്കാളിയല്ലേ, കാളിയുടെ കള്ളനല്ലേ. പ്രസേക്കാ സൈഡിൽ ഇരുന്ന് നോക്കിക്കേ. രാത്രിയിൽ പ്രസാദിക്കൻ്റെ വിരഹമായ പ്രണയത്തെ ആലോചിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. പ്രസേക്ക ഇതങ്ങ് ലൂട്ട് ചെയ്താലോ? നിറച്ച് ക്യാഷാണെന്ന് തോന്നുന്നു. പ്രസേക്ക ക്ലോറോഫോം എടുക്ക്, മയക്കി കിടത്താം. ഖുഷ്ബു ജാരേ തോ ഘർ ജാരേ. അങ്ങനെ രാത്രിയായപ്പോൾ അഞ്ജനും ഖുഷ്ബൊക്കെ വീട്ടിൽ പോകണ്ടായിരുന്നു. അവരുടെ വീട് ഡൽഹിയിലാണ്. അപ്പോൾ അവരെ കൊണ്ടാക്കാനും കൂടി പോയി. ചല് മാറ് അച്ഛാ വാല പോസ്റ്റ് മാർ. नहीं है ये अच्छा नहीं. ठीक है बाई वाला पोस्ट कर, टाटा बाई वाला. ठीक है भाई. പിന്നെ പിറ്റേന്ന് രാവിലെ ജിമ്മിലൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ കഴിച്ച് പാവബജി ആയിരുന്നു. സൈഡൻ അങ്ങനെ ചെടിക്ക് വെള്ളമൊക്കെയാണ്. നന്മമരം പ്രസാദിക്കുക. നന്മയുള്ള ഹിമാചലിൻ്റെ സ്വന്തമേ. നമുക്ക് ഫുഡും കൊണ്ട് വന്നിട്ടുണ്ട്. നോക്കട്ടെ. അജാവോ സ്നേഹ, അജാവോ ആവോ. റോബി ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മളെ ചിക്കൻ കറി പ്രോഗ്രസിങ് ആണ്. പ്രസായിട്ടും ചോറ് കട്ട് തിന്നുകയാണ്. ഫീലിൽ തിന്നുന്നോ ചേട്ടാ? പച്ചച്ചോറ് എങ്ങനെയുണ്ട്? പോത്ത ചോറിനായിട്ടും ടേസ്റ്റ് ഉണ്ടോ? പണ്ണടിച്ച പ്രസാദിക്കാം. പണ്ണടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് നോക്ക്. ഒരു തഗ് ഫീൽ. മറ്റേ കണ്ണാടി ഞാൻ വാങ്ങിയില്ലേനോ? പ്രണയം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രസാദിക്കൻ്റെ ഒരു വിരഹഗാനം. പാട്. തിരുമ്പിടുന്നൊരു ചെക്കനെ വേണമെങ്കിൽ നമുക്ക് പ്രസാദിക്കനെ നോക്കാം. പ്രസാദിക്ക കല്യാണം കഴിച്ച ഞങ്ങൾ തിരുമ്പിടുമോ? കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ നിങ്ങൾ തിരുമ്പിടുമോ? ബിൽക്കുൽ പക്ക ഫിക്സ്. എന്നാലും നിങ്ങൾക്ക് പെണ്ണ് കിട്ടത്തില്ല.
ഇങ്ങനെ അവസാനത്തെ ടേസ്റ്റ് നോക്കലോട് കൂടി ഇന്നത്തെ കറി സെറ്റായിരിക്കുന്നു. കളി നമ്മളെ ചിക്കൻ കറി റെഡിയായി. കൂടെ സലാഡുണ്ട്, അച്ചാറുണ്ട്, ചെമ്മീൻ അച്ചാറുണ്ട്, ചെമ്മീൻ പൊടിയുണ്ട്, പിന്നെ നമുക്ക് കഴിക്കാം. കഴിക്കാം റാബിയുടെ ചിക്കൻ കറി. വേഗം ചെയ്യും. 10 ഔട്ട് ഓഫ് എത്ര കൊടുക്കും? 10 എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ കറി? റാബിക്കുട്ടൻ്റെ ചിക്കൻ കറിയാണ് പറയില്ല. പൊളി. ടേസ്റ്റ് മുന്നേ പറയുന്നത് നീ ടേസ്റ്റ് ചെയ്തല്ലോ. പൊളിഞ്ഞ് എല്ലാം പൊളി.